നമുക്ക് സിമ്പിളായിട്ട് പൊട്ടറ്റോ സ്റ്റൂ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ പൊട്ടറ്റോ പുഴുങ്ങി ഉടച്ച് മാറ്റി വെക്കുക. എന്നിട്ട് അടുപ്പ് കത്തിച്ച് അതിലേക്ക് ഒരു ചട്ടി വെച്ച് കുറച്ച് നെയ്യ്, അതിലേക്ക് ഒരു കഷ്ണം പട്ട, 2 ഏല, ഒരു ഗ്രാമ്പു, അത് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് സവാള അല്ലെങ്കിൽ ചെറുള്ളി, ആവശ്യത്തിന് പച്ചമുളക്, കുറച്ച് ഇഞ്ചി ഇട്ട് നന്നായിട്ട് വഴട്ടുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഈ ഉടച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിൻ്റെ ഒരു കട്ടയും ഇങ്ങനെ ഉടച്ച് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കണം. ഞാനിവിടെ ഒഴിക്കുന്ന തേങ്ങാപ്പാൽ കോക്കനട്ട് പൗഡർ മിക്സാണ് ഒഴിക്കുന്നത്. ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടം അനുസരിച്ച് തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒഴിക്കാം. എന്നിട്ട് അത് ഒഴിച്ച് നന്നായിട്ട് പൊട്ടറ്റോ ആയിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലൊന്ന് തിള വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്ത് അതും നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് നേരം ചെറിയ തീയിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അതൊരു തിള വന്ന് കുറച്ചൊരു ഇതാകുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് പൊട്ടറ്റോ സ്റ്റൂ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇതിപ്പോൾ അപ്പത്തിൻ്റെ കൂടെ ആയാലും ഇടിയപ്പത്തിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഏറ്റവും എങ്കിലും നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി കീറിയിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊട്ടറ്റോ സ്റ്റൂ റെഡിയാണ്. ഇതിപ്പോൾ വേറെ വെജിറ്റബിൾസ് ഒന്നും ഇല്ലെങ്കിലും നമുക്കിത് വെച്ച് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ പൊട്ടറ്റോ സ്റ്റൂ.